PSCയുടെ CPO റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ട 3000-ഓളം യുവാക്കൾ ഇന്നലെ സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരം ചെയ്തു. 2023 പ്രസിദ്ധീകരിച്ച CPO റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ട ഉദ്യോഗാർത്ഥികളാണ് പ്രതിഷേധവുമായി അവിടെ എത്തിയത്. 10,000-ഓളം ഉദ്യോഗാർത്ഥികളാണ് നിയമനം ലഭിക്കാതെ ഇപ്പോഴും പുറത്തു തന്നെ നിൽക്കുന്നത്. ആയിരക്കണക്കിന് ഉദ്യോഗാർത്ഥികളാണ് നിയമനം ലഭിക്കാതെ പെരുവഴിയിലാകുമെന്ന ആശങ്കയിലുള്ളത്. വർഷങ്ങൾ നീണ്ട കഷ്ടപ്പാടിൻ്റെ ഫലമാണ് 13,000-ഓളം പേരടങ്ങുന്ന റാങ്ക് ലിസ്റ്റ്. എന്നാൽ ആ റാങ്ക് ലിസ്റ്റിൽ നിന്ന് നിയമനം ലഭിച്ചത് 25% താഴെ ഉദ്യോഗാർത്ഥികൾക്ക് മാത്രമാണ്. അതായത് CPOമാരായത് 3,000-ഓളം ഉദ്യോഗാർത്ഥികൾ മാത്രം. 13,000 പേരടങ്ങുന്ന റാങ്ക് ലിസ്റ്റിൽ നിന്ന് 3,700 നിയമന ശുപാർശകൾ മാത്രമാണ് ഇതുവരെ ഉണ്ടായത്. 2023 ഏപ്രിൽ 12-ന് പ്രസിദ്ധീകരിച്ച റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി 1 വർഷമാണ്. 3 മാസം കൂടി കഴിഞ്ഞാൽ റാങ്ക് ലിസ്റ്റ് അസാധുവാകും. തൊഴിൽ ലഭിക്കാതെ പുറത്തു നിൽക്കുന്ന ഉദ്യോഗാർത്ഥികളുടെ പ്രധാന ആശങ്ക ഇതാണ്. ഇത് ചൂണ്ടിക്കാട്ടി പലതവണ അധികൃതർക്ക് പരാതി നൽകിയിട്ടും മറുപടിയൊന്നും ഉണ്ടായില്ല. നവകേരള സദസ്സിൽ നൽകിയ പരാതികൾക്കും മറുപടിയില്ല. ഇനി ഇവർ 3 മാസം മാത്രം അവശേഷിക്കുകയാണ് നമ്മുടെ റാങ്ക് ലിസ്റ്റിൽ. 10,000-ലധികം ഉദ്യോഗാർത്ഥികൾ വെളിയിൽ നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. 2023 ഡിസംബർ മാസം വീണ്ടും PSC CPOയിലേക്ക് നോട്ടിഫിക്കേഷൻ വിളിക്കുകയുണ്ടായി. വേക്കൻസികൾ ഇല്ല എങ്കിൽ എന്തിനാണ് PSC ഇങ്ങനെ ഒരു ചതി നമ്മളോട് ചെയ്യുന്നതെന്ന് നമുക്കറിയില്ല. ഇപ്പം നവകേരള സദസ്സ് നടക്കുകയുണ്ടായി. നമ്മുടെ ഉദ്യോഗാർത്ഥികൾ 140 മണ്ഡലങ്ങളിലുമായി 25,000-ലധികം പരാതികൾ നമ്മൾ കൊടുക്കുകയുണ്ടായി. പലരുടെയും ഫോണിലേക്ക് പരാതികൾ തീർപ്പാക്കിയെന്ന് വരെ മെസ്സേജ് വന്നിട്ടുണ്ട്. നമുക്കത് എങ്ങനെ തീർപ്പാക്കിയെന്നറിയത്തില്ല. നമുക്ക് പരാതി തീർപ്പാക്കിയിട്ടുണ്ടെങ്കിൽ ഇത്രയും ആൾക്കാർ ഒരു നല്ല ശതമാനം ലിസ്റ്റിൽ ഉൾപ്പെട്ട നല്ല ശതമാനം ആൾക്കാർ ഇവിടെ ഇങ്ങനെ കൂടേണ്ട ഒരു സാഹചര്യം ഉണ്ടാകില്ലായിരുന്നു. 2019-ലാണ് സർക്കാർ വിജ്ഞാപനം ഇറക്കുന്നത്. 2021-ൽ പ്രിലിംസും 2022-ൽ മെയിൻസും നടന്നു. ആ വർഷം തന്നെ ഫിസിക്കൽ ടെസ്റ്റും കഴിഞ്ഞു. വീണ്ടും 1 വർഷം കഴിഞ്ഞാണ് റാങ്ക് ലിസ്റ്റ് പുറത്തുവിട്ടത്. റാങ്ക് ലിസ്റ്റ് നിലനിൽക്കെ തന്നെ 2023 ഡിസംബറിൽ സർക്കാർ വീണ്ടും നോട്ടിഫിക്കേഷൻ പുറത്തിറക്കി. ഒഴിവുണ്ടെങ്കിൽ നിലവിൽ പട്ടികയിലുള്ളവർക്ക് നിയമനം നൽകണമെന്നാണ് ഉദ്യോഗാർത്ഥികൾ പറയുന്നത്. പുതിയ നോട്ടിഫിക്കേഷൻ ഇറക്കി തങ്ങളെ ചതിക്കുകയാണെന്നും ഉദ്യോഗാർത്ഥികൾ. റാങ്ക് ലിസ്റ്റ് അവസാനിക്കാനുള്ള കാലയളവെന്ന് പറയുന്നത് വെറും 3 മാസം മാത്രമാണ്. ഇതിൽ നിന്ന് നാമമാത്രമായിട്ടുള്ള വേക്കൻസിയാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. 7 ബറ്റാലിയനിലും മാത്രമായിട്ടുള്ള വേക്കൻസിയാണ് ലഭിച്ചിട്ടുള്ളത്. അതായത് ഏകദേശം 13,000 പേരോളം ലിസ്റ്റിൽ ആകെ നിയമനം ലഭിച്ചത് 3,000-ഓളം പേർക്ക് മാത്രമാണ്. മറ്റ് വകുപ്പുകളിൽ 50% മുകളിൽ നിയമനം നടക്കുമ്പോഴാണ് CPO റാങ്ക് ലിസ്റ്റിലുള്ളവരോട് മാത്രമുള്ള ഈ അവഗണന. ഓരോ ഉദ്യോഗാർത്ഥികളും 2019 മുതൽ ഈ തൊഴിലിനായി കഷ്ടപ്പെടുന്നവരാണ്. 5 വർഷം നഷ്ടപ്പെട്ടുവെന്നാണ് ഇവർ പറയുന്നത്. സർക്കാർ ഉടൻ ഇടപെടുമെന്ന പ്രതീക്ഷയിലാണ് ഉദ്യോഗാർത്ഥികൾ. ലിസ്റ്റിൽ പേരുള്ള ഭൂരിഭാഗം ഉദ്യോഗാർത്ഥികൾക്കും പരീക്ഷ എഴുതേണ്ട പ്രായപരിധി തന്നെ കഴിഞ്ഞിട്ടുണ്ട്. നിയമനം നടന്നില്ലെങ്കിൽ പെരുവഴിയിലാകുന്നത് ഇവരുടെ ഓരോരുത്തരുടെയും ജീവിതങ്ങളാണ്. പരിഹാരം കാണേണ്ടത്, നടപടി ഉണ്ടാക്കേണ്ടത് സർക്കാരാണ്. അഖിൽ ഷാ അൻസാർ, 24 തിരുവനന്തപുരം. പൊതുജനം കഴുതയല്ല സാർ. സിവിൽ പോലീസ് ഓഫീസേഴ്സിന്റെ പുതിയ തസ്തിക അനുവദിക്കുന്നതുമായി ബന്ധപ്പെട്ട ധാരാളം ഫയലുകൾ സർക്കാരിൻ്റെ പരിഗണനയിൽ ഇപ്പോഴുമുണ്ട്. എന്നാൽ സാമ്പത്തിക പ്രതിസന്ധിയുടെ പേര് പറഞ്ഞതെല്ലാം അവഗണിക്കുകയാണ്. കഷ്ടപ്പെട്ട് പഠിച്ച് റാങ്ക് പട്ടികയിൽ ഇടം നേടിയിട്ടും പ്രയോജനമില്ലാത്തതിൻ്റെ നിരാശയിലാണ് ഉദ്യോഗാർത്ഥികളിപ്പോൾ. കേൾക്കാം അവരുടെ പ്രതികരണങ്ങൾ. മാക്സിമം അംഗബലം വർദ്ധിപ്പിച്ച് നമ്മളെ ഈ റാങ്ക് ലിസ്റ്റിൽ നിന്ന് മാക്സിമം ഒഴിവ് വന്ന് നികത്തണം എന്നാണ് നമ്മളെ മെയിനായിട്ടുള്ള ആവശ്യം. പിന്നെ നമ്മൾ ഇതൊരു സമരമല്ല, പ്രതീക്ഷയല്ല. സർക്കാർ കണ്ണു തുറക്കണം, നമ്മളെ കാണണം. പ്രിലിംസും 2021 മെയിൻസും 2022 ഫിസിക്കലും കാര്യങ്ങളൊക്കെ നടന്നിട്ട് നിലവിൽ വന്നൊരു ലിസ്റ്റാണ്. അപ്പോൾ ഞങ്ങൾക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഏകദേശം എല്ലാവരുടെയും അവസ്ഥ ഏജ് ഓവറായി. ഇനി സിവിൽ പോലീസ് ഓഫീസർ പോലെ ഞങ്ങളുടെ ഒരു സ്വപ്ന ജോലിക്ക് ഇനി ഒരു കാരണവശാലും ഞങ്ങൾക്ക് എഴുതാൻ പറ്റും. ഇപ്പോഴും ഞങ്ങൾ സർക്കാരിൻ്റെ അടുത്ത് അപേക്ഷിക്കുകയാണ്. ഞങ്ങളെ ഈ ഒരു ഇതിൽ ഞങ്ങൾക്ക് നിയമനം നടത്തിയേ പറ്റൂ. കാര്യം ഞങ്ങളുടെ ജീവിതമാണ്. ഇനി ഞങ്ങൾക്ക് ആർക്കും ഒരു പ്രതീക്ഷയുമില്ല. ഞങ്ങൾ ഇതിൻ്റെ പുറകിൽ 5 വർഷമായി ഇതിന് വേണ്ടിയിട്ട് ഞങ്ങൾ വർക്ക് ചെയ്യുന്നു. അപ്പോൾ ഞങ്ങൾക്ക് അതിനുള്ള പ്രതിഫലം കിട്ടണം. ഞങ്ങൾക്ക് ഇനിയും 2019 തൊട്ട് ഇതിനു വേണ്ടി പുറകെ നടന്ന് സർക്കാർ PSC തന്നെ ഒരു അബദ്ധം പറ്റിയ പോലെ ഒരു പ്രിലിമിനറി എക്സാം, അതായത് 2 ഘട്ട പരീക്ഷ നടന്ന് അതിലൂടെ ഫിസിക്കലും പാസ്സായി വന്ന ഞങ്ങൾക്ക് ഇപ്പം വലിയൊരു റാങ്ക് ലിസ്റ്റ്. ഒരു വർഷം ഒരു 70% പേര് എടുത്തുകൊണ്ടിരുന്ന റാങ്ക് ലിസ്റ്റ് 6 വർഷം കൂടി എന്ന റാങ്ക് ലിസ്റ്റിൽ ഇപ്പം വന്നിരിക്കുന്നത് 25% താഴെയാണ് എല്ലാ റാങ്ക് ലിസ്റ്റും വന്നേക്കുന്നത്. 2019-2023 വരെ 4 വർഷത്തോളം എന്താണ് വേക്കൻസി ഉണ്ട്, അത്യാവശ്യം വേക്കൻസി ഉണ്ട്. എന്നിട്ടും ഇത്രയും പേര് വലിയ ലിസ്റ്റൊക്കെ ഇട്ടിട്ട് അപ്പോൾ അതിനെയും 25% കുട്ടികളെ അല്ലെങ്കിൽ വിദ്യാർത്ഥികളെ മാത്രമേ എടുത്തിട്ടുള്ളൂ അതിനകത്ത്. എന്തായാലും ഇവരുടെ കാര്യത്തിൽ ഒരു പരിഗണന വേണം എന്നാണ് 24-ന് പറയാനുള്ളത്.